കനകക്കുന്നിലും പരിസരത്തും പ്ലാസ്റ്റിക് കുപ്പികളോടൊപ്പം തന്നെ ചെമ്പകപ്പൂക്കളും ഓണക്കാലത്ത് പൊഴിഞ്ഞു പോകാറുണ്ട്. ആ ചെമ്പകപ്പൂക്കൾ പറക്കുന്ന ഒരു ചേച്ചിയെ ഞാനിവിടെ വെച്ച് കണ്ടുമുട്ടി. ആ ചേച്ചിയോട് ചെമ്പകപ്പൂക്കളെക്കുറിച്ച് നമുക്ക് ചോദിക്കാവുന്നതാണ്. ചേച്ചി ധൃതിയിലാണ്. ചേച്ചി നിൽക്ക് ചോദിക്കട്ടെ, പറ. എന്ത് ചെയ്യുന്നു? പ്രോഗ്രാം ഇവിടുന്ന് കിട്ടി. എവിടെ പ്രോഗ്രാം? ഇന്നലെ വന്നപ്പോൾ കിട്ടി. ചേട്ടാ, ഓണത്തെക്കുറിച്ച് പിന്നെ ഈ ചേച്ചിയുടെ ഹസ്ബൻഡാണെന്ന് തോന്നുന്നു, അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട്. സാറിൻ്റെ പേരെന്തുവാ? സാറിൻ്റെ പേര്? ഡോക്ടർ എഡൻ പണിക്കർ. ഇവിടെ ദിവസേന വരുമല്ലേ? അതെ അതെ. എത്ര വർഷമായിട്ട് വരുന്നത് കന്യാകുന്നിൽ? 20 വർഷമായിട്ട്. ഓ ശരി. പിന്നെ ഇത്തവണത്തെ ഓണത്തെക്കുറിച്ച് എന്ത് പറയുന്നു? എല്ലാ പ്രാവശ്യത്തെ പോലെ തന്നെ ഇത് കേരളത്തിൻ്റെ സാംസ്കാരിക പാരമ്പര്യത്തിൻ്റെ ആഘോഷമാണ്. ഒരു കാലത്ത് ഇവിടെ ഒരു സഹജീവൻ സ്വരാജ്, സിനർജിസ്റ്റിക് സെൽഫ് മാനേജ്മെൻറ്റ് എന്നുള്ള രീതിയിലുള്ള ഒരു വ്യവസ്ഥിതി നിലനിന്നു. എല്ലാവർക്കും അവകാശങ്ങൾ, എല്ലാവർക്കും തുല്യമായ അവകാശങ്ങൾ, അപ്പോൾ എല്ലാവർക്കും സുഭിക്ഷതയും ഉണ്ടായിരുന്ന ഒരു കാലം മഹാബലി എന്നൊരു ചക്രവർത്തിയുടെ കാലത്ത് ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ള ഒരു സാംസ്കാരിക ഓർമ്മ ആണ്. അതിനെ ആഘോഷിക്കുകയാണ് ഇന്ന് ഓണം ചെയ്യുന്നത്. ഇപ്പോഴും അതിൻ്റെ ആഘോഷത്തിൻ്റെ ഭാഗം പ്രധാനമായിട്ടും എല്ലാവർക്കും തുല്യമായ രീതിയിൽ ഒരു സുഭിക്ഷത എന്നുള്ളത് ഇപ്പോഴും അത് നമ്മൾ ആഘോഷത്തിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അതാണ് ഓണത്തിൻ്റെ ഒരു പ്രത്യേകത. ഒരു കാലത്ത് സുവർണകാലം ഉണ്ടായിരുന്നു എന്നുള്ള ഓർമ്മ നമുക്ക് ഇനിയൊരു സുവർണകാലം വരും എന്നുള്ളതിനുള്ള ഒരു ആശ്വാസക്കുറിപ്പും കൂടിയാണ്. കാലം ഇപ്പോൾ എത്ര മോശമായാലും തീർച്ചയായിട്ടും ഇതിനേക്കാളും നല്ലൊരു വ്യവസ്ഥിതി ഇവിടെ ഉണ്ടാകും എന്നുള്ളൊരു വിശ്വാസവും ആണ് ഓണാഘോഷത്തിൻ്റെ പുറകിലുള്ളത്. സാറിന് എവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്? ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ വർക്ക് ചെയ്തു. ഞാൻ ട്രിവാൻഡ്രം എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് 64 ക്വാളിഫൈഡ്, കൽക്കട്ട യൂണിവേഴ്സിറ്റിയിലുണ്ടായിരുന്നു, ബോംബെ IIT-ലുണ്ടായിരുന്നു. പിന്നെ യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയ ബെർക്കലി അമേരിക്കയിൽ നിന്നാണ് MS PhD എടുത്തത്. ഓഷ്യൻ എഞ്ചിനീയറിംഗ്. അമേരിക്കയിൽ 10-20 വർഷം ഉണ്ടായിരുന്നു. 10-15 ഇൻ്റർനാഷണൽ പേറ്റൻസ് ഒക്കെ ഉണ്ട്. ഇൻ്റർനാഷണൽ പേറ്റൻസ്, പുതിയ കണ്ടുപിടുത്തങ്ങൾ, ക്രിയേറ്റിവിറ്റി എൻ്റെ ഒരു സ്പെഷ്യൽ ഏരിയയാണ്. അങ്ങനെ ഒക്കെ വലിയ. അമേരിക്ക എത്ര വർഷമുണ്ട്? 20 വർഷം. ഇവിടെ വന്നിട്ട് എത്ര ആളായി? 89-ൽ തിരിച്ചു വന്നു. അപ്പോൾ അതിനുശേഷം ഇവിടെ ഒരു സാമൂഹ്യ പ്രവർത്തനങ്ങളിലാണ് വ്യാപൃതനായിരിക്കുന്നത്. യൂത്തിൻ്റെ അതിൻ്റെ ഒരു മോശവശം എന്ന് പറഞ്ഞാൽ ഗാന്ധിയൻ സർവോദയ പ്രവർത്തനങ്ങൾ, പിന്നെ പുതിയ ടെക്നോളജി ഡെവലപ്മെൻറ്റിൻ്റെ ക്രിയേറ്റിവിറ്റിയെ പറ്റിയുള്ള പുതിയ ആശയങ്ങൾ, ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് എഞ്ചിനീയേഴ്സിൽ 150 ലെക്ചേഴ്സ് ആ വിഷയത്തെ പറ്റി കൊടുത്തിട്ടുണ്ട്. പിന്നെ സാമൂഹ്യ പ്രവർത്തനം എന്ന് പറയുമ്പോൾ കൂടുതലും നദികളുടെ പുനരുജ്ജീവനം, അത് തിരൂർ പുഴയുടെ പുനരുജ്ജീവനം, അതുപോലെ തെറ്റിയാറിൽ, അതിൻ്റെ തെറ്റിയാർ തിരുവനന്തപുരത്ത് ടെക്നോപാർക്ക് ഭാഗത്തോട് ഒഴുകുന്നത് 6 ആൾ. അതിൻ്റെ പുനരുജ്ജീവനം, ഇങ്ങനെ പല വിഷയങ്ങളിൽ കുറേ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നാട്ടുകൂട്ടം എന്ന് പറഞ്ഞാൽ കുട്ടനാട്ടിൻ്റെ പുനരുജ്ജീവനത്തിന് വേണ്ടിയിട്ട് 30 വർഷമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു പ്രവർത്തനമുണ്ട് അവിടെ. ഇതിൻ്റെ എല്ലാം അടിസ്ഥാനം എല്ലാവരും അവരവർക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ അവരവർ തന്നെ ചെയ്യണം എന്നുള്ള ഒരു ഉറപ്പാണ്. സ്വരാജ് ഇന്ന് നമുക്ക് പ്രായോഗികമായിട്ട് സാധ്യമായ കാലമാണെന്നുള്ളത് ഓർമ്മപ്പെടുത്തലാണ്. പണ്ട് നമുക്ക് സാധിക്കത്തില്ലായിരുന്നു, സ്വാതന്ത്ര്യമില്ലായിരുന്നു, എല്ലാവർക്കും അവകാശങ്ങളില്ലായിരുന്നു, അതുപോലെ തന്നെ എംപവർമെൻറ്റ് സ്വശാക്തീകരണത്തിനുള്ള മാർഗങ്ങളില്ലായിരുന്നു എല്ലാവർക്കും. ഇന്ന് അതെല്ലാം ഉണ്ട്. അതുകൊണ്ട് ഇന്ന് സ്വരാജ് എന്നുള്ളത് വേണമെന്നുണ്ടെങ്കിൽ, അതറിയാമെങ്കിൽ, അതിനുള്ള മാനസിക പരിണാമം ഉണ്ടെങ്കിൽ സ്വരാജ് തീർച്ചയായിട്ടും പ്രായോഗികമായ കാലമാണെന്ന് ഓർമ്മപ്പെടുത്തുക. അതുകൊണ്ടാണ് ഞങ്ങൾ കഴിഞ്ഞ മാസം യൂറോപ്പിലായിരുന്നു. അപ്പോൾ ലണ്ടനിൽ വെച്ച് ഒരു ഗ്ലോബൽ ലോഞ്ച് ചെയ്തു, സഹജീവൻ സ്വരാജ്. അതിൽ ലണ്ടനിൽ നടത്തി സഹജീവൻ സ്വരാജ്.
സിനർജിസ്റ്റിക് സെൽഫ് മാനേജ്മെൻറ്റ്, അതായത് സ്വരാജ് എന്ന് പറഞ്ഞാൽ സെൽഫ് മാനേജ്മെൻറ്റ്. അത് സിനർജിയോടുകൂടി ഒരു ഹാർമണിയോടുകൂടി പ്രവർത്തിക്കുമ്പോഴാണ് സ്വരാജ് പ്രായോഗികമായി നിലനിൽക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ അത് നിലനിൽക്കത്തില്ല. അങ്ങനെ ഒരു സിനർജിസ്റ്റിക് സെൽഫ് മാനേജ്മെൻറ്റ്, സഹജീവൻ അതാണ്. ഇപ്പോഴത് എല്ലാ സോഷ്യൽ മീഡിയ ആയാലും, ട്വിറ്ററായാലും ഫേസ്ബുക്ക് ആയാലും ഇൻസ്റ്റഗ്രാം ആയാലും ലിങ്ക്ഡിൻ ആയാലും എല്ലാം, യൂട്യൂബ് ആയാലും എല്ലാത്തിലും ഇപ്പോഴത് വരുന്നുണ്ട്. എല്ലാ ആഴ്ചയും ഒരു 1-2 പോസ്റ്റുകൾ അതിൽ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഏത് പോസ്റ്റ്, ഏത് സോഷ്യൽ മീഡിയ നിങ്ങൾ ഉപയോഗിക്കുന്നു അതിലേക്ക് കയറി നോക്കിയിട്ട് സഹജീവൻ സ്വരാജ് എന്നിട്ട് നോക്കിയാൽ SAHAJIVAN സ്വരാജ് ഇട്ട് നോക്കിയാൽ ഉടൻ തന്നെ നമുക്ക് കാണാൻ പറ്റും. ആഴ്ചത്തെ പോസ്റ്റ്, അതിന് മുമ്പുള്ള പോസ്റ്റും കാണാൻ പറ്റും. അപ്പോൾ എന്തെങ്കിലും കമൻസ് ഉണ്ടെങ്കിൽ അത് കിട്ടാൽ ഇത് ഉദ്ദേശം നമുക്ക് ഒരു കാലത്തും സാധിക്കാത്ത ഒരു സുവർണ്ണ കാലത്താണ് നമ്മൾ എത്തിയിരിക്കുന്നത്. മാനുഷിക പരിണാമത്തിൽ, ഹ്യൂമൻ എവല്യൂഷനിൽ ഒരു വലിയൊരു പുതിയ ഘട്ടത്തിൽ നമ്മൾ എത്തിയിരിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കുക. അതെല്ലാവർക്കും പ്രാപ്തമാകാൻ നമ്മൾ സഹായിക്കുക. എല്ലാവർക്കും അത് എത്തിക്കുക, എല്ലാവരിലും അത് എത്തിക്കുക, ലോകത്തുള്ള എല്ലാവരിലും അത് എത്തിക്കുക എന്നുള്ള ഒരു മിഷനിലാണ് നമ്മളിപ്പോൾ. എല്ലാവരും അതിൽ പങ്കെടുക്കാൻ വളരെ താഴ്മയോടുകൂടി അത് ചെയ്യുന്നു. ഓക്കെ സർ, താങ്ക് യു വെരി മച്ച്.